നടി ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വായിക്കാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. തന്നെ പല വേദികളിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ഹണി റോസ്. വ്യക്തിയുടെ പേര് പറയാതെയാണ് ശക്തമായ ഭാഷയിൽ ഹണി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നുവെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഹണി റോസ് പരാമർശിക്കുന്ന ഈ വ്യക്തി ബോബി ചെമ്മണ്ണൂരാണെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. അതിന് കാരണം ബോബി ചെമ്മണ്ണൂർ പല വേദികളിലും ഹണി റോസിനെ കുറിച്ച് നടത്തിയ ലൈംഗിക പരാമർശങ്ങളും പരിഹാസങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം വിമർശനങ്ങളും ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ കാലങ്ങളായി നടക്കുന്നുമുണ്ട്. ഹണി റോസിനെ മാത്രമല്ല, പൊതുവെ സ്ത്രീകൾക്കെതിരെ അപകടം പിടിച്ച പരാമർശങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള കമന്റുകളും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. 2022 തൃശൂർ പൂരത്തിന്റെ സമയത്ത് താൻ സ്ത്രീകളെ ലൈംഗികമായി മൊളസ്റ്റ് ചെയ്തുവെന്ന് ബോബി ചെമ്മണ്ണൂർ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതുപോലെ ഗേൾ ഫ്രണ്ട്സിനെ കാണാനില്ലല്ലോ എന്നൊരാൾ കമന്റ് ഇട്ടപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ്റെ എല്ല് നമ്മൾ കൊണ്ടു നടക്കാറില്ലല്ലോ എന്നായിരുന്നു അയാൾ മറുപടി കൊടുത്തത്. ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് തൻ്റെ സ്ഥാപനങ്ങൾക്കും ബിസിനസ്സിനും ബോബി ചെമ്മണ്ണൂർ നേടിയെടുക്കുന്നത് വലിയ തരം നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ്. ഒരു സ്ത്രീ തന്നെ ഒരാൾ വിടാതെ പിന്തുടർന്ന് അപമാനിക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞിട്ടും അവളെ കുറച്ചുകൂടെ കൂടുതൽ അപമാനിക്കാൻ ശ്രമിക്കുന്നവരാണ് സമൂഹ മാധ്യമങ്ങളിൽ വെറുപ്പുളവാക്കുന്ന കമന്റുകൾ ഇടുന്നവർ. ഹണി റോസിൻ്റേത് സ്ത്രീകളെ കച്ചവടച്ചരക്കായി മാത്രം കാണുന്ന സ്ത്രീവിരുദ്ധ സമൂഹത്തിന് നേരെയുള്ള മുഖമടച്ച മറുപടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും നേരുന്നു.